ലാലേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ട് ഇവിടെ വരാണ്ട്. മോഹൻലാലിന്റെ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു സിഡ്നിയില്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ പരിപാടി ക്യാൻസലാക്കി. പിന്നെ മോഹൻലാൽ എൻ്റെ ഫ്രണ്ടാണല്ലോ, എൻ്റെ വാട്സാപ്പിൻ്റെ DP ആണെന്നില്ലേ. ആൾക്കാർ മുഴുവൻ വിളി തന്നെ. കാരണം ഞാൻ മോഹൻലാലിൻ്റെ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പം ഇവർ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിലെന്നാ തെറ്റാണോ, ഇനി നിങ്ങൾ പരിപാടി പങ്കെടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വരാത്തയാണോ, എന്തെന്നാ ചെയ്യണ്ട്. ശരി തന്നെ, നമ്മൾ തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വെച്ചിട്ടും എത്രയോ ആൾക്കാർ ഇപ്പം നമ്മളെ ജാക്സൺ ഫേബറിലെ അത്ര ബിസിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഫാമിലി ആയിട്ട് ഡബ്ബൊന്ന് സിഡ്നിയിൽ വന്നു. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല, ലാലേട്ടൻ ക്ഷണിക്കുമല്ലോ നിങ്ങളാണ്. ശരി തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പുൾമാനിൽ ഞാനും ലാലും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഡിന്നർ കഴിച്ച ആ ഒരു ഫോട്ടോ ആണ് ഇപ്പം നിങ്ങൾ DP കാണുന്നത്. എന്നാലും ലാല ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല വിസയില്ല, ഞാനിപ്പോൾ ഇവിടെ ക്യാൻബറയല്ലേ ഉള്ളേ, അപ്പാടെ തന്നെ ആന്റണീനെ വിളിക്കൂലേ, വിളിച്ചിട്ട് പറയും നമ്മളൊരാളുണ്ട് ഇയാൾക്ക് വിസ കൊടുക്കണമെന്ന്. എപ്പം വിസ ആന്റണി പെരുമ്പാവൂരല്ല കേട്ടോ, ആന്റണി ആൽബനീസി പ്രൈം മിനിസ്റ്റർ, അല്ലാണ്ട് നമ്മൾ ആന്റണി പെരുമ്പാവൂരല്ല. അത് വിചാരിക്കണ്ട. ഞാൻ അപ്പാട് പറഞ്ഞു അതിനെല്ലാം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന തന്നെ. അപ്പോൾ കുറേ ആൾക്കാർ വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടി വന്ന് ഇങ്ങനെ ഇന്ന് പബ്ബിലെല്ലാം ഭയങ്കര ആളാവും. അങ്ങനെ വന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചു. ഒപ്പരാ ഹൗസിൽ പോയിട്ട് കടലിലേക്ക് കണ്ണീര് വീഴ്ത്തിയിട്ടും ആരും കടലിൽ ചാടുമെന്നുള്ള കാര്യമാണ്. അമ്മോ ഒന്നും പറയണ്ട. അപ്പോ ലാലാട്ടാ, ബൈ ബൈ.